സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു വരുമ്പോൾ അതിൽ ആദ്യം കളം തെളിഞ്ഞിരിക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരള കോൺഗ്രസുകാരുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് കളമൊരുങ്ങുകയാണ്. ഇടതുമുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ തോമസ് ചാഴികാടൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ മറുവശത്ത് UDF അവരുടെ ജോസഫ് വിഭാഗത്തിൽ നിന്ന് അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് ഫ്രാൻസിസ് ജോർജാണ്. ഏതായാലും കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഈ ഫ്രാൻസിസ് ജോർജിന്, അതായത് ജോസഫ് വിഭാഗത്തിന് ഈ സീറ്റ് കൊടുത്തതിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തിയുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവർ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു സീറ്റാണ് കോട്ടയം എന്ന് പറയുന്നത്. അത് ഇത്തവണ അവർക്ക് മത്സരിക്കാൻ പറ്റുമെന്ന വലിയ പ്രതീക്ഷയായിരുന്നു കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നത്. പക്ഷേ മുന്നണിയുടെ ധാരണകൾക്കനുസരിച്ച് ആ സീറ്റ് ജോസഫിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുന്നണി നേതൃത്വം പോയപ്പോൾ കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ എങ്ങനെ ഏറ്റെടുക്കും, ഫ്രാൻസിസ് ജോർജിനെ എങ്ങനെ ഏറ്റെടുക്കും എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഏതായാലും കേരള കോൺഗ്രസുകാർ നേർക്കുനേർ പോരാടുന്ന കോട്ടയത്ത് കളം വ്യക്തമായി കഴിഞ്ഞു. അവിടെ തെരഞ്ഞെടുപ്പ് ചൂടുകൂടുകയാണ്. 1980-ലായിരുന്നു മാണി ജോസഫ് വിഭാഗങ്ങൾ തമ്മിൽ അവസാനമായി ഏറ്റുമുട്ടിയത്. അന്ന് മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലത്തിലായിരുന്നു ഇരു പാർട്ടികളുടെയും നേർക്കുനേർ പോരാട്ടം. ജോർജ് ജോസഫ് മുണ്ടക്കലിനെ ജോസഫ് ഗ്രൂപ്പ് കളത്തിലിറക്കിയപ്പോൾ ജോർജ് ജെ മാത്യു ആയിരുന്നു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി. വിജയം ജോസഫ് ഗ്രൂപ്പിനൊപ്പമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയെ പിളർത്തുവാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച നേതാവാണ് KM ജോർജ്. ആ KM ജോർജിന്റെ മകനാണ് ഇക്കുറി UDF സ്ഥാനാർത്ഥി. എന്നിൽ പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണി അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്കും വികസനത്തിനും വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ ജില്ലയിലെ എല്ലാ നേതാക്കളോടുമൊപ്പം ചേർന്ന്, പ്രവർത്തകരോടുമൊപ്പം ചേർന്ന് ഏറ്റവും ആത്മാർത്ഥമായി സജീവമായി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് അവസരത്തിൽ വളരെ വിനയപൂർവ്വം അറിയിക്കാനുള്ളത്. ഫ്രാൻസിസ് ജോർജ് കളത്തിലിറങ്ങുമ്പോൾ പാർട്ടിയെ പിളർത്തിയ പഴയ ചരിത്രം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന നിരവധി കോൺഗ്രസുകാർ ഇപ്പോഴുമുണ്ട്. അണികൾ ഇല്ലാത്ത ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് വിട്ടുകൊടുത്തതിലുള്ള അമർഷം കോൺഗ്രസിനുള്ളിൽ പുകയുകയാണ്. വോട്ട് ചേർക്കാതെ മത്സരിക്കാൻ സമയമായപ്പോൾ എത്തിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അടക്കം പറച്ചിൽ. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനു സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.